ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഡിജിറ്റൽ സർവീസുകൾ നൽകുന്ന കാര്യത്തിൽ അത്യാവശ്യം മുന്നിൽ നിൽക്കുന്ന ഒരു ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കിന്റെ മൊബൈൽ ബാങ്കിംഗ് ആപ്പായ ഫെഡ് മൊബൈൽ ആപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ അവരുടെ ഇന്റർനെറ്റ് ബാങ്കിംഗ് പോർട്ടലൊക്കെ ആണെങ്കിലും നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ആണ്. ഫെഡറൽ ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിന് ഡിജിറ്റൽ സർവീസുകൾ നൽകുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ അപ്ഡേറ്റ്സുകൾ കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഫെഡ് ഇ പോയിന്റ് എന്നുള്ള സർവീസ് പോർട്ടൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രാഞ്ചിൽ പോയി ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു സർവീസ് പോർട്ടലിലൂടെ. അതായത് നമുക്ക് നമ്മുടെ KYC അപ്ഡേറ്റ് ചെയ്യുന്നത്, നോമിനി അപ്ഡേറ്റ് ചെയ്യുന്നത്, ഇമെയിൽ ID അപ്ഡേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ സേവനങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ നമുക്ക് നമ്മുടെ ബ്രാഞ്ച് ചേഞ്ച് ചെയ്യാൻ വരെയുള്ള ഓപ്ഷൻ ഈ ഒരു പോർട്ടലിലൂടെ നൽകുന്നുണ്ട്. നമ്മൾ ബ്രാഞ്ചിൽ പോയി റിക്വസ്റ്റ് കൊടുക്കുകയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് മാറ്റാൻ വരെയുള്ള സൗകര്യം ഈ ഒരു പോർട്ടലിലൂടെ ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫെഡ് ഇ പോയിന്റിന്റെ അപ്ഡേറ്റ് ചെയ്ത ഈ ഒരു ഇന്റർഫേസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഫെഡ് ഇ പോയിന്റ് എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ ഓപ്ഷനിൽ ഫെഡ് ഇ പോയിന്റ് എന്നുള്ളത് കാണാം. അപ്പോൾ നമുക്ക് ആ ഓപ്ഷനിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടുന്ന് നമുക്ക് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം പോപ്പുലർ സർവീസസ് എന്നുള്ളത്. പോപ്പുലർ സർവീസസ് എന്നുള്ളതിലായിട്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. KYC അപ്ഡേറ്റ്, ഡെബിറ്റ് കാർഡ് പിൻ സെറ്റ്, ഇമെയിൽ ID അപ്ഡേറ്റ്, ആക്ടിവേറ്റ് ഓർ ഡീആക്ടിവേറ്റ് ഇ സ്റ്റേറ്റ്മെൻറ്റ്സ്, ആഡ് എ നോമിനി, ഡിസ്പ്യൂട്ട് മാനേജ്മെൻറ്റ് പോർട്ടൽ. ഇത്രയാണ് പോപ്പുലർ സർവീസസ് എന്നുള്ളതിൽ വന്നിട്ടുള്ളത്. ശേഷം ഇവിടുന്ന് വീണ്ടും നമുക്കൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സർവീസുകളൊക്കെ കാറ്റഗറി വൈസ് ഉള്ളത് കാണാം. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. ചൂസ് എ കാറ്റഗറി എന്നുള്ളതിലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഓപ്ഷനിലൂടെ നടക്കുന്നത് സർട്ടിഫിക്കറ്റ് പോർട്ടൽ എന്നുള്ളതാണിത്. അതിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ, അതുപോലെ ലോൺ സർട്ടിഫിക്കറ്റ്, TDS സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ ഒരു പോർട്ടലിലൂടെ സാധിക്കുന്നത്. ശേഷം അടുത്ത കാറ്റഗറി വരുന്നത് അക്കൗണ്ട് സർവീസസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. അതിൽ വരുന്നത് ആക്ടിവേറ്റ് ഓർ ഡീആക്ടിവേറ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ്, ആഡ് എ നോമിനി, ഫോം 15G/15H അപ്ഡേറ്റ്, പോസിറ്റീവ് പേ സിസ്റ്റം, ചേഞ്ച് യുവർ ബ്രാഞ്ച് തുടങ്ങിയ ഓപ്ഷൻസൊക്കെ നമുക്ക് അക്കൗണ്ട് സർവീസസ് എന്നുള്ളതിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു നമ്മുടെ ബ്രാഞ്ച് ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ മുഖേന നമ്മുടെ ബ്രാഞ്ച് ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ശേഷം അടുത്ത കാറ്റഗറി വരുന്നത് KYC ആൻഡ് പ്രൊഫൈൽ അപ്ഡേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. KYC അപ്ലോഡ്, ഇമെയിൽ ID അപ്ഡേറ്റ്, പ്രൊഫൈൽ മോഡിഫിക്കേഷൻ, പാൻ ബാർ, ആധാർ അപ്ഡേറ്റ്, KYC സ്റ്റാറ്റസ് എൻക്വയറി തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ വരുന്നത് നമ്മുടെ KYC ആൻഡ് പ്രൊഫൈൽ അപ്ഡേറ്റ് എന്നുള്ള കാറ്റഗറിയിലാണ്. ശേഷം അടുത്ത കാറ്റഗറി വരുന്നത് ചെക്ക് ആൻഡ് ഡെബിറ്റ് കാർഡ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. അതിൽ വരുന്ന ഓപ്ഷൻസ് ഡെബിറ്റ് കാർഡ് പിൻ സെറ്റ്, ഡെബിറ്റ് കാർഡ് റിക്വസ്റ്റ്, ചെക്ക് ബുക്ക് റിക്വസ്റ്റ് തുടങ്ങിയവയൊക്കെയാണ്. നമ്മുടെ ATM കാർഡിന് പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നതിന്, അതുപോലെ നമ്മുടെ ATM കാർഡിൻ്റെ വാലിഡിറ്റി തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ATM കാർഡിന് റിക്വസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ നമുക്കൊരു ചെക്ക് ബുക്ക് വേണമെങ്കിൽ അതിന് റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഓപ്ഷൻസൊക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ശേഷം അടുത്ത കാറ്റഗറി വരുന്നത് ഡിജിറ്റൽ ഡിസ്പ്യൂട്ട് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയോ എന്തെങ്കിലും ഫ്രോഡ് ട്രാൻസാക്ഷൻസ് നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു സെക്ഷനാണ് ഡിസ്പ്യൂട്ട് മാനേജ്മെൻറ്റ് പോർട്ടൽ എന്നുള്ളത്. ശേഷം അടുത്ത കാറ്റഗറി വരുന്നത് ലോൺ എന്നുള്ളതാണ്. BYOM ലോൺസ്, ക്വിക്ക് EMI പേ. അപ്പോൾ നമുക്ക് പുതിയൊരു ലോണിന് റിക്വസ്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള ലോണിലേക്ക് EMI അടക്കുന്നതിനൊക്കെയുള്ള ഓപ്ഷൻ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ശേഷം അടുത്ത കാറ്റഗറി വരുന്നത് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളതാണ്. ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ. പുതിയ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനൊക്കെ ഉള്ളത് ഈ ഒരു സെക്ഷനിലൂടെയാണ് വരുന്നത്. ശേഷം അടുത്തൊരു കാറ്റഗറി ആയിട്ട് അതേഴ്സ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സേവനങ്ങളല്ലാത്ത ബാക്കിയുള്ള സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫാസ്ടാഗ് സർവീസസ്, ഫെഡറൽ റിവാർഡ്സ്, ഫിനാൻഷ്യൽ അഡ്വൈസറി, ഫെഡി വാട്സപ്പ് സർവീസസ്, മാൻഡേറ്റ് സർവീസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതേഴ്സ് എന്ന കാറ്റഗറിയിൽ കൊടുത്തിട്ടുള്ളത്. ശേഷം ഇവിടുന്ന് നമ്മൾ മുകളിലോട്ട് തന്നെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ മെയിൻ ഇൻ്റർഫേസിലോട്ട് തന്നെ ഒന്ന് വരാം. നമുക്കിതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കാം. KYC അപ്ലോഡ് എന്നുള്ളത്. നമുക്ക് പലപ്പോഴും ഡൗട്ടായിരിക്കും നമ്മുടെ KYC അപ്ഡേറ്റ് ആണോ എന്നുള്ളത്. പലപ്പോഴും ഫേക്ക് ആയിട്ടുള്ള കാളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. നിങ്ങളുടെ KYC അപ്ഡേറ്റ് അല്ല, എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ പല ലിങ്കുകളും നമുക്ക് അയച്ചു തരും. ഇത്തരത്തിൽ അയച്ചു തരുന്ന ലിങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമ്മുടെ അക്കൗണ്ടിലുള്ള ഫണ്ട് നഷ്ടപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന് KYC അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി ഇവിടെയുള്ള KYC അപ്ലോഡ് എന്നുള്ള ഈ ഒരു ടാബിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക.
അപ്പോൾ നമുക്ക് ഈ ഒരു പോർട്ടലിൽ എന്ത് സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും നമുക്ക് ആദ്യം ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ലോഗിൻ ചെയ്യുന്നതിനായിട്ട് ഇവിടെ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട്, മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട്, കസ്റ്റമർ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഏറ്റവും സിമ്പിളായി തോന്നിയിട്ടുള്ളത് മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷനിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന 10 അക്ക മൊബൈൽ നമ്പർ നിങ്ങൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് നൽകുക. ശേഷം താഴെ ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട്. അത് അതിന് നേരെയുള്ള കോളത്തിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അതിന് താഴെ കൊടുത്തുള്ള കോളത്തിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് വരുന്നതായിരിക്കും. തുടർന്ന് ഈ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു OTP കോഡ് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള വെരിഫൈ OTP എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് മുകളിൽ കാണിക്കുന്നതായിരിക്കും. ശേഷം നമുക്ക് നമ്മുടെ KYC സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടി നോ KYC സ്റ്റാറ്റസ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ വരുന്നതായിരിക്കും KYC സ്റ്റാറ്റസ് KYC കംപ്ലൈഡ്. അപ്പോൾ ഇവിടെ എൻ്റെ KYC അപ്ഡേറ്റഡ് ആണ്. നിങ്ങൾക്കും ഇത്തരത്തിൽ നിങ്ങളുടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ KYC അപ്ഡേറ്റ് ആണോ എന്നുള്ളത് വളരെ എളുപ്പത്തിൽ സ്വന്തമായിട്ട് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ഡിജിറ്റൽ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഫെഡ് ഇ പോയിൻ്റ് എന്ന പോർട്ടൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.